കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഭഗീരഥ പ്രയത്നം എന്നതാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നം എന്നാണ് അർത്ഥം. അമാനുഷികമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള തീവ്രയത്നം, അതാണ് ഭഗീരഥ പ്രയത്നം. തലമുറകൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം കഠിന തപസ്സുകൊണ്ട് ഭഗീരഥൻ നേടി. സ്വർലോകത്ത് നിന്ന് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ മഹത് കൃത്യം നിർവഹിച്ചത് കഠിന തപസ്സിലൂടെയാണ്. ഇതാണ് ഭഗീരഥ പ്രയത്നം. ഭഗീരഥൻ്റെ കഥ ശ്രീമദ് ഭാഗവതത്തിലും വാൽമീകി രാമായണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും മഹാഭാരതത്തിലും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂര്യവംശത്തിലെ രാജാവായിരുന്നു സഗരൻ. സഗരന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുമതി, കേശിനി. സുമതിക്ക് അനേകം പുത്രന്മാർ, 60,000 പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് പുരാണം. കേശിനിക്ക് ഒരു കുട്ടിയുള്ളൂ, അസമഞ്ജസൻ എന്നാണ് അവൻ്റെ പേര്. സുമതിയുടെ കുട്ടികൾ അഹങ്കാരികളായിരുന്നു. അസമഞ്ജസൻ ഒരു യോഗിയായിരുന്നു. അവൻ പൂർവ്വജന്മത്തിലെ ഒരു യോഗിയാണ്. അതുകൊണ്ട് അവന് പൂർവ്വജന്മ സ്മരണയുള്ളതുകൊണ്ട് രാജ്യകാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെയും പ്രജകളുടെയും സ്നേഹം സമ്പാദിച്ചാൽ രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വന്നെങ്കിലോ എന്ന് കരുതി രാജാവിനും പ്രജകൾക്കും അഹിതമായിട്ടേ അവൻ പ്രവർത്തിക്കൂ. അപ്പോൾ രാജാവ് അവനെ നാടുകടത്തി. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. രാജാവ് എന്നിട്ട് അശ്വമേധ യാഗം ആരംഭിച്ചു. യാഗം അവസാനിക്കുന്നതിന് മുമ്പ് യാഗാശ്വത്തെ, കുതിരയെ കാണാതായി. ഇന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ടുപോയി. രാജാവ് കുട്ടികളോട് പറഞ്ഞു, എവിടുന്നെങ്കിലും പോയി കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം, യാഗം പൂർത്തിയാക്കണം. അവർ പുറപ്പെട്ടു. ഭൂമി മുഴുവനും തിരഞ്ഞു, കുതിരയെ കണ്ടുകിട്ടിയില്ല. പാതാളത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ കപില മഹർഷിയുടെ അടുത്ത് ഈ കുതിര നിൽക്കുന്നുണ്ട്. മഹർഷി സമാധിസ്ഥനായിട്ടിരിക്കുകയാണ്. കുട്ടികൾ വിചാരിച്ചു ഇതൊരു കള്ളൻ സന്യാസിയുടെ വേഷം കെട്ടിയിരിക്കുകയാണ്, കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് വച്ചിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് ഇവർ ആർത്ത് വിളിച്ച് കള്ളനെ കൊല്ലുവിൻ, കള്ളനെ കൊല്ലുവിൻ എന്ന് പറഞ്ഞ് മഹർഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മഹർഷി കണ്ണു തുറന്നു. ഈ കുട്ടികൾ ഭസ്മമായിപ്പോയി. മഹർഷിയുടെ കോപാഗ്നിയിലല്ല ഭസ്മമായത്. മഹർഷി കാരുണ്യവാനാണ്. ഈ ഭൂലോകത്തെ മുഴുവനും പവിത്രീകരിക്കാനുള്ള മഹാത്മ്യം മഹർഷിമാർക്കുണ്ട്. ഈ അഹങ്കാരികളായിട്ടുള്ള കുട്ടികൾ അവരുടെ തന്നെ പാപാഗ്നിയിലാണ് ഭസ്മമായത്. കുട്ടികളെയും കാണുന്നില്ല, കുതിരയെയും കാണുന്നില്ല. അസമഞ്ജസൻ്റെ പുത്രനായ അംശുമാനെ വിളിച്ച് സഗരൻ ആജ്ഞാപിച്ചു, നിൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളെ കണ്ടുപിടിക്കണം, കുതിരയെയും കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ പേര് അംശുമാൻ. അംശുമാൻ എല്ലാ സ്ഥലത്തും തിരഞ്ഞു, കുതിരയെ കാണുന്നില്ല. പാതാളത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ ഒരു മഹർഷിയുടെ അടുത്ത് കുതിര നിൽക്കുന്നു. കുട്ടി വളരെ വിനയപൂർവ്വം മഹർഷിയെ വണങ്ങി. മഹർഷി പ്രസന്നനായിട്ട് പറഞ്ഞു, ദാ കുതിരയെ കൊണ്ടുപോയിക്കോളൂ. നിൻ്റെ പിതാവിൻ്റെ സഹോദരന്മാർ ദാ അവിടെ ഭസ്മമായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ കോപാഗ്നിയിലല്ല, അവരുടെ പാപാഗ്നിയിൽ. അവർക്ക് മുക്തി നേടണം എന്നുണ്ടെങ്കിൽ സ്വർലോകത്ത് നിന്ന് ഗംഗാജലം അവരെ സ്പർശിക്കണം. കുട്ടി കുതിരയെ കൊണ്ടുപോയി മുത്തച്ഛനെ ഏൽപ്പിച്ചു. സഗരൻ യാഗം പൂർത്തിയാക്കി. കുറച്ചു കാലം കഴിഞ്ഞ് സഗരൻ അംശുമാനെ രാജ്യഭരണം ഏൽപ്പിച്ചു. ലോകത്തുനിന്ന് വിട പറഞ്ഞു. അംശുമാൻ സ്വർലോകത്തുനിന്ന് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ അംശുമാൻ്റെ ശ്രമം വിജയിച്ചില്ല. അംശുമാൻ്റെ പുത്രനായിരുന്നു ദിലീപൻ. അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് ദിലീപനും ശ്രമം ആരംഭിച്ചു. ദിലീപനും ജയിച്ചില്ല. ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ. ഭഗീരഥൻ രാജ്യഭാരം ഏറ്റ ഉടനെ തന്നെ മന്ത്രിമാരെ രാജ്യഭാരം ഏൽപ്പിച്ച് ഹിമാലയ സാനുക്കളിലേക്ക് പോയി. അവിടെ ചെന്ന് കഠിന തപസ് തുടങ്ങി, ഗംഗാദേവിയെ പ്രീതിപ്പെടുത്താൻ. ഗംഗ പ്രസന്നയായി
ഭഗീരഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണം എന്ന് ചോദിച്ചു. അമ്മേ, ഭൂമിയിലേക്ക് വരണം, എൻ്റെ പിതൃക്കൾക്ക് മുക്തി കൊടുക്കണം. ഗംഗ പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമി പിളർന്നു പോകും. എൻ്റെ വേഗം താങ്ങാൻ ആരുണ്ട് ഭൂമിയിൽ? ഭഗീരഥൻ പറഞ്ഞു, സർവ്വജീവജാലങ്ങൾക്കും ആത്മാരാമനായിട്ട് വിളങ്ങുന്ന ശ്രീ പരമേശ്വരൻ, ഞാൻ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താം, അമ്മ വരണം. ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായി ഭഗീരഥൻ കഠിന തപസ് തുടങ്ങി. തപസ്സിൽ സംപ്രീതനായിട്ട് ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആവശ്യം പറഞ്ഞു. ശരി, അങ്ങനെയാവട്ടെ. ഗംഗാദേവി ശ്രീ പരമേശ്വരൻ്റെ ജടയിൽ വന്ന് പതിച്ചു. അതുകൊണ്ടും കാര്യം നടക്കില്ലല്ലോ. ഭൂമിയിലേക്ക് വരണ്ടേ, രസാതലത്തിലേക്ക് ചെല്ലണ്ടേ. ഗംഗാദേവിക്കൊരാഗ്രഹമുണ്ട്, പരമശിവനും കൂടി എൻ്റെ കൂടെ പാതാളത്തിൽ വരണം, എന്നിട്ട് ആ കുട്ടികൾക്ക് മുക്തി കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകണം എന്ന്. പക്ഷേ അതിന് പരമശിവൻ കൂട്ടാക്കില്ല. ഗംഗാദേവി ജടയിൽ തന്നെ ഇരിക്കും. വീണ്ടും ഭഗീരഥൻ തപസ് തുടങ്ങി. ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി. ഗംഗയ്ക്ക് ഭൂമിയിലേക്ക് വരാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കൂ. അല്പം ജലം ജടയിൽ നിന്ന് ഗംഗാദേവി ഭൂമിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ഭഗീരഥൻ മുന്നേ, ഗംഗാദേവി പുറകെ ഒഴുകുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ജന്നു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. ഗംഗ ആ ആശ്രമത്തെ മുക്കിക്കളഞ്ഞു. മഹർഷി കോപിഷ്ഠനായി. മഹർഷി ഗംഗയെ പാനം ചെയ്തു. ഇനി മഹർഷിയെ പ്രീതിപ്പെടുത്തണം. മഹർഷിയെ വന്ദിച്ചു, സ്തുതിച്ചു, പ്രീതിപ്പെടുത്തി. മഹർഷിയും സംപ്രീതനായി. മഹർഷി തൻ്റെ ചെവിയിൽ കൂടി ഗംഗാനദിയെ പുറത്തേക്ക് വിട്ടു. ജന്നു മഹർഷിയുടെ ചെവിയിൽ കൂടി പുറത്തു വന്നതുകൊണ്ട് ഗംഗയ്ക്ക് ജാനവി എന്ന പേരും കിട്ടി. ഭഗീരഥൻ മുന്നിലും ഗംഗാദേവി പിന്നിലുമായിട്ട് ഒഴുകി തുടങ്ങി. രസാതലത്തിലെത്തി. തൻ്റെ പിതൃ സഹോദരന്മാർ ഭസ്മമായി കിടക്കുന്ന ആ സ്ഥലത്തെത്തി. ഗംഗാജലത്തിൽ അവർക്ക് പരിശുദ്ധി കിട്ടി. അവരെല്ലാം മുക്തരായി. ഇതാണ് കഥ. നോക്കൂ, ആ സ്പർശം കൊണ്ട്, ഗംഗയുടെ സ്പർശം കൊണ്ട് ഇത്രയും പേർ ജീവൻ മുക്തരായി. ഇന്നും ആ പുണ്യനദിയായിട്ടുള്ള ആ ഗംഗാ സ്നാനം കൊണ്ട് സർവ പാപ മുക്തി നേടുന്നു എന്നാണ് വിശ്വാസം. ആധ്യാത്മികമായും ഭൗതികമായും നേട്ടങ്ങൾ കൈവരിക്കണം എങ്കിൽ കഠിന പ്രയത്നം കൂടിയേ തീരൂ. ഈ ലോകത്ത് 3 തരക്കാരാണ്. തടസ്സം നേരിട്ടെങ്കിലോ എന്ന് ഭയന്ന് ഒരു ഉദ്യമത്തിനും മുതിരാത്തവരാണ് ഒരു കൂട്ടർ. ഒരു കൂട്ടർ തുടങ്ങും, പക്ഷേ ഇടയ്ക്ക് തടസ്സം കണ്ടാൽ പിന്തിരിയും. പിന്നൊരു കൂട്ടരുണ്ട്, ഭഗീരഥനെ പോലെ തോൽക്കാതെ തളരാതെ മുന്നോട്ട് മുന്നോട്ട്. അവരുടെ നിഘണ്ടുവിൽ പരാജയം എന്നൊരു വാക്കില്ല, എല്ലാം നീട്ടിവച്ച ജയം മാത്രം. ഈ ഭഗീരഥനാവട്ടെ നമ്മുടെ മാതൃകാപുരുഷൻ. പരാജയം എന്നൊരു വാക്കില്ല, എല്ലാം നീട്ടിവച്ച ജയം മാത്രം. തോൽക്കാതെ തളരാതെ മുന്നോട്ട് മുന്നോട്ട്. ഓർമ്മിക്കുക, കഠിന പ്രയത്നം ഒരിക്കലും പാഴായി പോവുകയില്ല. ഇതോടെ ഇന്നത്തെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.